ഈ വീഡിയോ കാണുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കണം. കാരണം കഴിഞ്ഞ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു തുടർച്ചയാണ് ഈ വീഡിയോ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിലില്ലെങ്കിൽ ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി ക്യാച്ച് ചെയ്യാൻ ചിലപ്പോൾ ഒരു പ്രയാസം ഉണ്ടാക്കാം. അതൊക്കെ ഓർമ്മയുള്ളവർക്ക് ഇതൊക്കെ വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം ഫീൽഡ് ഡിഫൈൻ ചെയ്യലാണ്. ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിനെ പോലെ തന്നെ ഒരു സെറ്റാണ്. പക്ഷേ ഫീൽഡിൽ 2 ലോസ് ഓഫ് കോമ്പോസിഷൻ ഉണ്ടാകും. ഗ്രൂപ്പിൽ ഒരു ലോ ഓഫ് കോമ്പോസിഷൻ മതിയല്ലോ, പക്ഷേ ഫീൽഡിൽ 2 ലോസ് ഓഫ് കോമ്പോസിഷൻ വേണം. അതിൽ ഒരു ലോ ഓഫ് കോമ്പോസിഷനെ നമ്മൾ അഡീഷൻ എന്ന് വിളിക്കും, മറ്റതിനെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കും. അപ്പം തന്നെ ഒരു കൺഫ്യൂഷൻ മനസ്സിൽ വരും. ഫീൽഡിൽ 2 ലോസ് ഓഫ് കോമ്പോസിഷൻ അല്ലേ, അതിൽ ഏത് ലോനാണ് അഡീഷൻ എന്ന് വിളിക്കുക, ഏതിനാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കുക? ഇഷ്ടമുള്ളതിനെ പോയിട്ട് അഡീഷൻ എന്ന് മറ്റൊരു മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിച്ചാൽ മതിയോ? പോരാ. അഡീഷൻ എന്ന് വിളിക്കുന്ന ലോ ഓഫ് കോമ്പോസിഷനും മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്ന ലോ ഓഫ് കോമ്പോസിഷനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പേ ഫീൽഡിന് എപ്പോഴും നമ്മളിങ്ങനെ ക്യാപിറ്റൽ എഫ് ഇങ്ങനെ ആട്ടോ ഡിനോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഒരു സെറ്റിലെ ലോ ഓഫ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ അതായത് എഫിലെ ലോ ഓഫ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എഫ് ക്രോസ് എഫ് ടു എഫ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്. ആ വീഡിയോ കണ്ടിട്ട് തന്നെ അത് കാണാൻ പാടുള്ളൂ കേട്ടോ. അപ്പം അഡീഷൻ എന്ന് വിളിച്ച ലോ ഓഫ് കോമ്പോസിഷൻ അപ്പം എന്തായിരിക്കും? എഫ് ക്രോസ് എഫ് എന്ന് എഫിലേക്കുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും എഫ് ക്രോസ് എഫ് എന്ന് എഫിലേക്കുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ. ഇനി ഇവിടുത്തെ ഒരു എഫ് ക്രോസ് എഫിൽ ഒരു പെയർ എ ബി എടുത്തു കഴിഞ്ഞാൽ അതിനെ അഡീഷൻ ഇവിടേക്ക് മാപ്പ് ചെയ്യില്ലേ അല്ലേ. പെയർ എ ബിക്ക് അഡീഷൻ പ്രകാരം ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവും. ആ ഇമേജിനെ നമ്മൾ ഇതാ ഇങ്ങനെ എ പ്ലസ് ബി ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. അതേമാതിരി ഇവിടുത്തെ ഒരു പെയർ എ ബി എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരവും ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവും. അതിനെ നമ്മൾ ഇങ്ങനെ എ ബി ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ. ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആലോചിക്കുക. ഡൗട്ടുള്ളവരൊക്കെ ചോദിച്ചാൽ മതി. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കും. അപ്പോൾ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ഇതുവരെ പറഞ്ഞത്, ഫീൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റാണ്. അതിൻ്റെ അകത്ത് 2 ലോസ് ഓഫ് കോമ്പോസിഷൻ ഉണ്ടാവും. അതിലെ ഒരു ലോ ഓഫ് കോമ്പോസിഷനെ അഡീഷൻ എന്ന് വിളിക്കും, മറ്റേതിനെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കും. അഡീഷൻ എന്ന് വിളിച്ച ഇതിൻ്റെ ഇമേജ് എ പ്ലസ് ബി ഇങ്ങനെ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിച്ചതിൻ്റെ ഇമേജ് എ ബി ഇങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്തത്? അഡീഷൻ്റെ പ്രത്യേകത എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണ്, ഇതൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഓക്കെ, അഡീഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷൻ എന്ന് പറഞ്ഞ ലോ ഓഫ് കോമ്പോസിഷന് നമ്മളുടെ എൻ്റയർ സെറ്റ് എഫിനെ ഒരു അബേലിയൻ ഗ്രൂപ്പാക്കി മാറ്റും. ക്ലിയർ ആണല്ലോ. അഡീഷൻ മേക്സ് എഫ് ഇൻ ടു എൻ അബേലിയൻ ഗ്രൂപ്പ്. അപ്പോൾ അഡീഷൻ എഫിനെ അബേലിയൻ ഗ്രൂപ്പാക്കി മാറ്റുകയാണെങ്കിൽ അതൊരു ഐഡൻറ്റിറ്റി എലിമെൻറ്റ് ഉണ്ടാവില്ല അവിടെ. ആ ഐഡൻറ്റിറ്റി എലിമെൻറ്റിനെ നമ്മൾ ഈ സിമ്പൽ 0 കൊണ്ട് ഡിനോട്ട് ചെയ്യും. ക്ലിയർ അല്ലേ. ഇനി അതേസമയം അഡീഷൻ എഫിനെ ഒരു അബേലിയൻ ഗ്രൂപ്പാക്കി മാറ്റുമ്പം അതേസമയം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിച്ച ലോ ഓഫ് കോമ്പോസിഷൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫിന്ന് ഈ ഐഡൻറ്റിറ്റി എലിമെൻ്റായ അഡീഷൻ്റെ ഐഡൻറ്റിറ്റി എലിമെൻ്റായ 0 അങ്ങ് റിമൂവ് ചെയ്യും. 0 മാത്രം. അതായത് അപ്പോൾ എന്തായാലും പുതിയ സെറ്റ് എഫ് മൈനസ് സെറ്റ് 0. അതായത് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എഫിലെ നോൺ 0 എലമെൻറ്റ്സ് എന്ന് പറയാം. കാരണം ഇതിനെ 0 എന്ന് വിളിച്ച് കഴിഞ്ഞാൽ ബാക്കി ആ 0 അല്ലാത്ത എലമെൻറ്റ്സിനെ നമുക്ക് നോൺ 0 എലമെൻറ്റ്സ് പറഞ്ഞൂടെ. ഇനിവേ ആ സെറ്റ് ഓഫ് നോൺ 0 എലമെൻറ്റ്സ് അല്ലെങ്കിൽ എഫ് മൈനസ് സെറ്റ് 0നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിച്ച ലോ ഓഫ് കോമ്പോസിഷൻ എന്താക്കി മാറ്റണം? ഒരു അബേലിയൻ ഗ്രൂപ്പാക്കി മാറ്റണം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായോ? അഡീഷൻ എൻ്റയർ സെറ്റ് എഫിനെ അബേലിയൻ ഗ്രൂപ്പാക്കി മാറ്റും. മൾട്ടിപ്ലിക്കേഷനോ ആ എഫ് മൈനസ് സെറ്റ് 0നെ അബേലിയൻ ഗ്രൂപ്പാക്കി മാറ്റും. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ഇതിനെ അബേലിയൻ ഗ്രൂപ്പാക്കി മാറ്റുന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും ഒരു ഐഡൻറ്റിറ്റി എലിമെൻറ്റ് വേണ്ടേ? എവിടെ? എഫ് മൈനസ് സെറ്റ് 0ൽ. ആ ഐഡൻറ്റിറ്റി എലിമെൻറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുക ഈ സിമ്പിൾ വെച്ചിട്ടാണ് 1 അങ്ങനെ ഡിനോട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ. ഇനി ഈ 2 പ്രോപ്പർട്ടീസ്, ഈ 2 ആക്ഷ്യത്തോടൊപ്പം തന്നെ നമ്മുടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഈ മൂന്നാമത്തെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടിയും കൂടി അംഗീകരിച്ചിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം. അതായത് എ പ്ലസ് ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ സി പ്ലസ് ബി സി. ഈ പ്ലസും പ്രൊഡക്റ്റും ഒക്കെ എന്താ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്, സ്വന്തമായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സോ എനിവേ ഈ 3 ആക്സിയംസും അംഗീകരിക്കുന്ന 2 ലോസ് ഓഫ് കോമ്പോസിഷൻ നമ്മുടെ എഫിലുണ്ടെങ്കിൽ, അതായത് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കപ്പെടുന്ന 2 ലോസ് ഓഫ് കോമ്പോസിഷൻ നമ്മുടെ എഫിലുണ്ടെങ്കിൽ നമ്മൾക്ക് എഫിന് ഒരു ഫീൽഡ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? യെസ്. ഇതിൻ്റെ എക്സാമ്പിൾസിലേക്ക് പോകുന്നതിന് മുമ്പേ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു ഫീൽഡിൽ മിനിമം എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പോസിറ്റീവ് ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുന്നു ഒരു ഫീൽഡിൽ മിനിമം 2 എലമെൻറ്റ്സ് ഉണ്ടാവും. അതായത് ഒന്ന് ഈ 0, അത് അഡീഷൻ്റെ ഐഡൻറ്റിറ്റി എലിമെൻറ്റ്. അതെല്ലാ ഫീൽഡിലും വേണ്ടേ? ഉണ്ടാവും. കാരണം എന്താ? അഡീഷൻ ഫീൽഡിൻ്റെ അബേലിയൻ ഗ്രൂപ്പാക്കി മാറ്റുന്നുണ്ട്. എല്ലാ ഗ്രൂപ്പിലും ഐഡൻറ്റിറ്റി എലിമെൻറ്റ് നിർബന്ധമല്ലേ. അപ്പോൾ 0 ഈസ് ദെയർ ഇൻ എനി ഫീൽഡ്. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ തന്നെ ഈ 1ഉം എല്ലാ ഫീൽഡിലും ഉണ്ടാവും. കാരണം എന്താ? മൾട്ടിപ്ലിക്കേഷൻ ഈ എഫ് മൈനസ് സെറ്റ് 0നെ ഒരു അബേലിയൻ ഗ്രൂപ്പാക്കി മാറ്റുന്നുണ്ട്. അപ്പം ആ എഫ് മൈനസ് സെറ്റ് 0ൽ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റി എലിമെൻറ്റ് ഉണ്ടാവും. സോ ഈ 1ഉം എല്ലാ ഫീൽഡിലും ഉണ്ടാവും. ഇനി ഈ 0യും 1ഉം സെയിം ആവോ? ഇല്ല. 1 എവിടുത്തെ എലമെൻറ്റാണ്? എഫ് മൈനസ് സെറ്റ് 0ലെ എലമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1ഉം 0യും സെയിം അല്ല. സോ ഇത് രണ്ടും ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ്. ഈ 0യും 1ഉം എല്ലാ ഫീൽഡിലും ഉണ്ടാവും. സോ ഒരു ഫീൽഡിൽ മിനിമം 2 എലമെൻറ്റ്സ് ഉണ്ടാവും.
ഇനി ഒരു നൊട്ടേഷനാണ്. ഇപ്പോൾ നമ്മൾ ഫീൽഡിൽ ഒരു എലമെൻ്റ് എടുക്കുക, എ ബിലോങ്സ് ടു എഫ്. ഈ എലമെൻറ്റ് ഈ ഫീൽഡ് എഫ് അഡീഷൻ പ്രകാരം ഒരു അബെലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ എക്ക് അഡീഷൻ പ്രകാരം ഒരു ഇൻവേഴ്സ് ഉണ്ടാവും, ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്താൽ ഇങ്ങനെ -, ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. ഇനി ഈ എ ഒരു നോൺ സീറോ എലമെൻ്റ് വിചാരിക്കുക, അതായത് F-H0 എലമെൻ്റ് വിചാരിക്കുക. അപ്പോൾ അതിന് മൾട്ടിപ്ലിക്കേഷൻ പ്രകാരവും ഒരു ഇൻവേഴ്സ് ഉണ്ടാവുമല്ലോ. കാരണം എന്താ, F-H0നെ മൾട്ടിപ്ലിക്കേഷൻ ഒരു അബെലിയൻ ഗ്രൂപ്പാക്കി മാറ്റുന്നുണ്ട്. ആ ഇൻവേഴ്സിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും അല്ലേ. എക്ക് 2 ഇൻവേഴ്സ് പോസിബിൾ ആണ്. എ നോൺ സീറോ എലമെൻ്റ് ആണെങ്കിൽ എക്ക് അഡീഷൻ പ്രകാരം ഇൻവേഴ്സ് ഉണ്ടാവും, അതിനെ -A എന്ന് വിളിക്കും. എക്ക് മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ഇൻവേഴ്സ് ഉണ്ടാവും, അതിനെങ്ങനെ A⁻1 ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. മനസ്സിലായല്ലോ. സോ ഇതാണ് നൊട്ടേഷൻസ്. ഇനി എക്സാമ്പിൾസ് ആലോചിച്ച് നോക്കും. ഇനി എക്സാമ്പിൾസിലേക്ക് വരുമ്പം പലരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന എക്സാമ്പിൾ ഇതായിരിക്കും, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലേ. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലെ ഈ 2 ലോസ് ഓഫ് കോമ്പോസിഷൻസ് ഏതൊക്കെ വരിക? ഒന്ന് നമ്മൾ സ്കൂൾ മുതൽ പരിചയമുള്ള ആറിലെ യൂഷ്വൽ അഡീഷൻ, മറ്റേതോ ആറിലെ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷനും അല്ലേ. ഈ ആറിലെ യൂഷ്വൽ അഡീഷനും യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷനും ഈ പറഞ്ഞ 3 ആക്സിംസും സാറ്റിസ്ഫൈ ചെയ്യുന്നു പെട്ടെന്ന് കാണാൻ പറ്റും. ആറിലെ യൂഷ്വൽ അഡീഷൻ പ്രകാരം 6 അബെലിയൻ ഗ്രൂപ്പ് അല്ലേ, അപ്പോൾ ഒന്നാമത്തെ ആക്സിം സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഈ യൂഷ്വൽ അഡീഷൻ പ്രകാരം ആറിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഏതാ? ആറിലെ യൂഷ്വൽ 0. ആ 0നെ മാറ്റി വെക്കുക, അതായത് R-H0 എടുക്കുക. ഈ R-H0നെ ആറിലെ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ ഒരു അബെലിയൻ ഗ്രൂപ്പാക്കി മാറ്റുന്നില്ലേ അല്ലേ. നോൺ സീറോ എലമെൻസിനെ മൾട്ടിപ്ലിക്കേഷൻ ഒരു അബെലിയൻ ഗ്രൂപ്പാക്കി മാറ്റുന്നത് നമുക്കറിയാം അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ആക്സിയം സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആറിലുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. സോ ഈ 3 ആക്സിയംസും ആറിലെ യൂഷ്വൽ അഡീഷനും യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർ ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ ഫീൽഡ്. ഇപ്പോൾ ആറിനെ ഈ ഫീൽഡിനെ ശരിക്കും ഇങ്ങനെ പറയാം, ആറിൻ്റെ ഒരു ആൽജിബ്രായിക് ജനറലൈസേഷനാണ് ഫീൽഡ് എന്നൊക്കെ പറയാം. ഞാൻ അങ്ങോട്ടേക്കൊന്നും പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഒരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു റിയൽ നമ്പേഴ്സിൽ നമ്മൾ സ്കൂൾ മുതൽ പരിചയമുള്ള ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഇല്ലേ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, ആ എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും എല്ലാ ഫീൽഡിലും ചെയ്യാൻ പറ്റും. ഇപ്പം അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഇപ്പോൾ എല്ലാ ഫീൽഡിലും ഉണ്ട്. പക്ഷേ സബ്സ്ട്രാക്ഷൻ ഒരു ഫീൽഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ അറിയാം? ഇപ്പോൾ റിയൽ നമ്പേഴ്സിലെ സബ്സ്ട്രാക്ഷൻ ശരിക്കും നോക്കുക, 5 - 3 എങ്ങനെ എഴുതാം? 5 + -3 എന്നാക്കി മാറ്റാൻ പറ്റും. അതായത് ഈ സബ്സ്ട്രാക്ഷൻ അഡീഷനാക്കി മാറ്റാൻ പറ്റൂലേ അല്ലേ. അങ്ങനെ 5-ന് 3 കുറയ്ക്കുന്നതിന് പകരം 5നോട് 3ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലേ -3, 5നോട് 3ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്താൽ പോരെ. അപ്പം റിയൽ നമ്പേഴ്സിൽ സബ്സ്ട്രാക്ഷനെ അഡീഷനാക്കി മാറ്റാൻ പറ്റും. ഇതേ പരിപാടി എല്ലാ ഫീൽഡിലും ചെയ്യാൻ പറ്റും. ഒരു ജനറൽ ഫീൽഡ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് 2 എലമെൻറ്റ്സ് എടുക്കുക, എന്നിട്ട് അവിടെ സബ്സ്ട്രാക്ഷൻ ഇതേപോലെ കൊണ്ടുവരാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. A - B എങ്ങനെ ഡിഫൈൻ ചെയ്യുക? = A + -B എന്ന് ഡിഫൈൻ ചെയ്യുക. എന്ന് പറഞ്ഞാൽ എന്താണ്? എയും ബിയുടെ അഡിറ്റീവ് ഇൻവേഴ്സും അത് തമ്മിൽ ആഡ് ചെയ്യുക, അതാണ് A - B. അപ്പം സബ്സ്ട്രാക്ഷൻ ഇതേപോലെ എല്ലാ ഫീൽഡിലും കൊണ്ടുവരാൻ പറ്റും. ഇനി ഡിവിഷൻ ഒരു ലോ ഓഫ് കോമ്പോസിഷൻ അല്ല, എന്നാലും ആ അരിത്തമെറ്റിക് ഡിവിഷൻ ശരിക്കും ഇതാ 10/2 ഇത് മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലേ. ഇതിന് 10 × 2ൻ്റെ 10 × 1/2 അല്ലെങ്കിൽ 10 × 2⁻1 എന്നായിരിക്കും, 2ൻ്റെ ഇൻവേഴ്സ് എന്നായിരിക്കും ഇവിടെ, 2ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇങ്ങനെയല്ലേ. ഇതിവിടെ ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷനാക്കി മാറ്റാൻ പറ്റി. അതേപോലെ തന്നെ A/B എല്ലാ ഫീൽഡിലും കൊണ്ടുവരാം. ഇവിടെ ബി നോൺ സീറോ കേട്ടോ, നോൺ സീറോ എലമെൻറ്റോടല്ലേ എവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സപ്പോസ് B ≠ 0, B ≠ 0 അങ്ങനെ ആകുമ്പം ബിക്ക് എന്തുണ്ടാവും? ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും അല്ലേ. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ A/B = A × B⁻1. അപ്പം ഈ ഡിവിഷനും എല്ലാ ഫീൽഡിലും കൊണ്ടുവരാൻ പറ്റും. അപ്പം റിയൽ നമ്പേഴ്സിൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാ ഫീൽഡിലും ഓൾറെഡി ഉണ്ട്. സബ്സ്ട്രാക്ഷനും ഡിവിഷനും അതും എന്ത് ചെയ്യാം? എല്ലാ ഫീൽഡിലും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ റിയൽ നമ്പേഴ്സിലെ ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ എല്ലാ ഫീൽഡിലും ചെയ്യാൻ പറ്റും. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ഒബ്സർവേഷനാണ്. പിന്നെ എന്ന് വെച്ചിട്ട് റിയൽ നമ്പേഴ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും എല്ലാ ഫീൽഡിലും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ റിയൽ നമ്പേഴ്സിലൊരു ഓർഡർ ഉണ്ട്. ഇപ്പോൾ ഫീൽഡിൻ്റെ വേറൊരു എക്സാമ്പിൾ പറയാം, അപ്പോൾ തന്നെ മനസ്സിലാവും. ഫീൽഡിൻ്റെ വേറൊരു എക്സാമ്പിൾ പറയൂ. ഇതിൽ ഈ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, R വിത്ത് യൂഷ്വൽ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ്, ഇതിലും യൂഷ്വൽ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ എടുക്കാം. നമുക്ക് +1 മുതൽ പരിചയമുള്ള അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഇല്ലേ, ആ 2 ലോസ് ഓഫ് കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനും ആ ഫീൽഡിൻ്റെ
എല്ലാ ആക്സിയംസും ഉണ്ടെന്ന് കാണാൻ പറ്റും. സോ സി കോംപ്ലക്സ് നമ്പേഴ്സ് ഒരു ഫീൽഡാണ് വിത്ത് യൂഷ്വൽ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. സിമിലർലി ക്യൂ റാഷണൽ നമ്പേഴ്സ് വിത്ത് യൂഷ്വൽ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ അതും ഒരു ഫീൽഡാണ്. ഇതൊക്കെ നിങ്ങൾ സ്വന്തം വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഫീൽഡിൻ്റെ എക്സാമ്പിൾസാണ്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയൽ നമ്പേഴ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും ഒരു ഫീൽഡിൽ ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ ഇവിടെ തന്നെ മനസ്സിലാവും. അപ്പോൾ റിയൽ നമ്പേഴ്സിൽ ഒരു 2 നമ്പേഴ്സ് എടുക്കുക. അപ്പോൾ 2, 3 നമുക്കറിയാം 2 ലെസ് ദാൻ 3 എന്നറിയാം. അങ്ങനെ ഏത് 2 റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ ഏതാ വലുത് ചെറുതെന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി റിയൽ നമ്പേഴ്സിലിട്ട്, ഒരു ഓർഡറിംഗ് ഫെസിലിറ്റി റിയൽ നമ്പേഴ്സിലിട്ട് അല്ലേ. ഏത് 2 റിയൽ നമ്പർ എടുത്താലും ഇങ്ങനെ കമ്പയർ ചെയ്യുക. ആ ഫെസിലിറ്റി കോംപ്ലക്സ് നമ്പേഴ്സിലുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ I എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറും 3 + 5i എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ എടുക്കുക. ഈ 2 കോംപ്ലക്സ് നമ്പേഴ്സിൽ ഏതാ വലുത് ചെറുതെന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടോ? ഇല്ല. സോ ആ ഒരു ഓർഡറിംഗ് ഫെസിലിറ്റി ഈ ഫീൽഡിലില്ല. അപ്പം റിയൽ നമ്പേഴ്സിൻ്റെ എല്ലാ സംവിധാനങ്ങളും എല്ലാ ഫീൽഡിലും വന്നോളന്നില്ല. ഇനിവേ ആ ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസൊക്കെ എല്ലാ ഫീൽഡിലും ഉണ്ടെന്ന് മനസ്സിലാക്കുക. വേറൊരു സംഭവം ഇപ്പോൾ അനാലിസിസ് പഠിക്കുകയൊക്കെ കാണാൻ പറ്റും. സുപ്രീമം പ്രോപ്പർട്ടി റിയൽ നമ്പേഴ്സിലുണ്ട്. അതും എല്ലാ ഫീൽഡിലും ഇല്ല. ഇനി ഞാൻ ആ വിഷയം അധികം പറയുന്നില്ല. ഇത്ര ഓർത്തേക്കുക, റിയൽ നമ്പേഴ്സിലെ ആ ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസൊക്കെ എല്ലാ ഫീൽഡിലും ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ലീനിയർ ആൾജിബ്ര ചെയ്യാൻ അത്രയൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ റിയൽ നമ്പർ കോംപ്ലക്സ് നമ്പേഴ്സ് ഈ 2 എക്സാമ്പിൾ അറിഞ്ഞാൽ തന്നെ ലീനിയർ ആൾജിബ്ര ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കായ ലീനിയർ ആൾജിബ്ര ഡെൻഡ്രൈറ്റ് ഇല്ലേ, ആ ബുക്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ബുക്കിൻ്റെ തുടക്കത്തിൽ എവിടോ ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഈ ബുക്കിൽ ഉടനീളം എഫ് എന്ന് കാണുമ്പം ഒന്നുകിൽ റിയൽ നമ്പേഴ്സ് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് അസ്യൂം ചെയ്യാം. അതായത് ഫീൽഡ് ഡിഫൈൻ ചെയ്യുക പോലും അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞത് എഫ് എന്ന് എവിടെയെങ്കിലും കാണുമ്പം അതിന് റിയൽ നമ്പേഴ്സിനോ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിനോ വിചാരിക്കുക. എന്നിട്ട് ഇതിന് ഇങ്ങനെ പറയുകയും ചെയ്തു, എഫിനെ വായിക്കേണ്ടത് ഫീൽഡ് എന്നാണ്. അത് ഈ റിയൽ നമ്പേഴ്സിനെയും കോംപ്ലക്സ് നമ്പേഴ്സിനെയും ഒന്നിച്ച് ഒരു കോമൺ പേരായിട്ടിട്ട് അദ്ദേഹം ഉപയോഗിച്ചത്. ഫീൽഡിന് ഇങ്ങനെ വേറെ ഡെഫിനേഷൻസ് ഒന്നും ഇല്ലാതെ റിയൽ നമ്പേഴ്സിനെയും കോംപ്ലക്സ് നമ്പേഴ്സിനെയും പൊതുവേ നമ്മൾ ഫീൽഡ് എന്ന് ഒരു കോമൺ നെയിം കൊടുക്കുക. അങ്ങനെ എന്തോ ചെയ്തിട്ടാണ് പോയത്. അങ്ങനെയും ലീനിയർ ആൾജിബ്ര ചെയ്യാം. പക്ഷേ നമ്മുടെ ആർട്ടിൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഫീൽഡൊക്കെ ഡിഫൈൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മൾ എല്ലാം വളരെ സ്റ്റാൻഡേർഡായിട്ട് വൃത്തിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്തിട്ട് മുന്നോട്ട് പോയത്. എനിവേ ഇത്ര മതി. കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർ, കൂടുതൽ എക്സാമ്പിൾസൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർ സ്വന്തമായിട്ട് റെഫർ ചെയ്യുക. ഡൗട്ടൊക്കെ ഉള്ളവർ ചോദിക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതാ സമയത്ത് പറയാം. ഇനി ഈ സ്കാലാർ എന്നുള്ള വാക്ക്, ഇത് ഫസ്റ്റ് വീഡിയോ മുതൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ എന്നാണ് എൻ്റെ ഓർമ്മ. സ്കാലാർ എന്തായിരുന്നു? ഒരു റിയൽ നമ്പർ. ഞാൻ പറഞ്ഞിരുന്നു സ്കാലാർ എന്നുള്ള വാക്ക് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു റിയൽ നമ്പറാണ് അല്ലേ. ആ വാക്കിന് നമ്മളൊരു പ്രൊമോഷൻ കൊടുക്കാൻ പോവാണ്. അതായത് ഞാൻ പറഞ്ഞു റിയൽ നമ്പേഴ്സിൻ്റെ ഏറെക്കുറെ സ്വഭാവ ഗുണങ്ങളോടുള്ളൊരു സംഭവമാണ് ഫീൽഡ് എന്ന് പറഞ്ഞു അല്ലേ. ഇതിൻ്റെ അകത്തുള്ള ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസൊക്കെ എല്ലാ ഫീൽഡിലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറലൈസേഷനാണ് ഫീൽഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഒരു ഫീൽഡിലെ എലമെൻറ്റിനെയും നമ്മൾ എന്ത് വിളിക്കും? സ്കാലർ എന്ന് വിളിക്കും. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, നമ്മൾ എഴുതുന്നില്ല. ഇനി ഇപ്പോൾ നമ്മളെന്താ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളൊരു കോംപ്ലക്സ് നമ്പേഴ്സാണ് ഒരു ഫീൽഡായിട്ട് എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളൊരു സ്കാലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോംപ്ലക്സ് നമ്പറാണ്. ഇനി ഒരു ക്യൂ ആണ് റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഫീൽഡായിട്ട് എടുത്ത് ഒരു പ്രോബ്ലത്തിൽ വിചാരിക്കുക. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു സ്കാലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു റാഷണൽ നമ്പറാണ്. സോ ഒരു ഫീൽഡിലെ എലമെൻറ്റിനെ ഇനി മുതൽ നമ്മൾ സ്കാലർ എന്ന് വിളിക്കും. ഇപ്പോൾ സ്കാലറിന് പ്രൊമോഷൻ കൊടുത്തു. ഇനി മുതൽ സ്കാലർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ മാത്രം ആയിക്കോളുന്നുണ്ടാവില്ല. ഫിക്സ് എനി ഫീൽഡ്, ആ ഫീൽഡിലെ എലമെൻറ്റിനൊക്കെ നമ്മൾ എന്ത് പറയും? സ്കാലർ എന്ന് വിളിക്കും. ഓക്കെ. ഇനി കഴിഞ്ഞ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാനൊരു ക്ഷമയൊക്കെ ചോദിച്ചിട്ട് വീഡിയോ ലെങ്ത് ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞപ്പം അത് കഴിഞ്ഞിട്ട് പലരും എനിക്ക് വാട്സപ്പിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആക്ച്വലി വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ അത്രയും ലെങ്ത്ത് വേണ്ട, ചെറിയ വീഡിയോസ് ആക്കുന്നതാണ് കാണാൻ നല്ലതെന്നൊക്കെ. അപ്പോൾ ഞാൻ ആ സജഷൻ അംഗീകരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ ഇനിയും പറഞ്ഞിട്ട് ലെങ്തി ആക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു സ്റ്റാൻഡേർഡ് ലെങ്ത്താണ്. ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ നിർത്തി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മെല്ലെ അടുത്ത വീഡിയോ ഡിഫൈൻ ചെയ്ത് അങ്ങനെ പോവാം. അപ്പോൾ അതാണ് നല്ലതെന്ന് ആൾക്കാരുടെ സജഷൻസ് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലത്തെ കമൻറ്റ്സൊക്കെ പറയട്ടെ. വാട്സപ്പിലോ അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ പറയാം. നിങ്ങൾ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ. എനിവേ ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ ആളുകളുടെ കമൻറ്റ്സ് അംഗീകരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.